ബിറ്റ്വീൻ ഫ്രണ്ട്സ് അങ്ങനെ സീരിയസ് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവാറില്ല. ദേ ജസ്റ്റ് മീറ്റ് അപ്പ് ഫോർ ഫൺ ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ അതർ ദൻ ദാറ്റ് അങ്ങനെയുള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസിനേക്കാൾ കൂടുതൽ എല്ലാവരും അവരുടേതായ ഒരു വെർച്വൽ വേൾഡിൽ അവരവരുടെ ഗാഡ്ജറ്റ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ആൻഡ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. ബട്ട് ബിയോണ്ട് ഓൾ ദാറ്റ് വലിയ രീതിയിൽ കുട്ടികൾ പിയർ പ്രഷർ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ആരുടെങ്കിലും പോയി കാര്യങ്ങൾ പറയാനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇന്നത്തെ തലമുറയുടെ ഇടയിലുണ്ട്. ഞാനും 2 കുട്ടികളുടെ അച്ഛനാണ്. മൂത്ത ആൾക്ക് 20 വയസ്സായി, ഇളയാൾക്ക് 15 വയസ്സായി. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡെയിലി കാണുകയും ഇത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. So all we can do as parents and even teachers for that matter, we can provide a platform for them. We can leave the line of communication open. കാരണം അവർക്ക് this peer pressure എന്ന് പറയുമ്പോൾ തന്നെ what I mean is like how to be, how to behave, how to look. ആൻഡ് ഞാൻ ഇനിയിപ്പം എൻ്റെ വീക്ക്നെസ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ ഒരു ഗ്യാങ് എന്ന് പുറത്താക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രഷർ കുട്ടികൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കുട്ടികളുടെ ഇടയിൽ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സും ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. സോ ആസ് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് വാട്ട് വി കൻ ഡു ഇസ് വി കൻ ലീവ് ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ. ലെറ്റ്സ് ഗിവ് ദം ദ ഫ്രീഡം ടു കം ടു യു ആൻഡ് ടോക്ക് അബൌട്ട് വാട്ട് എവർ ദേ വാണ്ട്. ലെറ്റ്സ് നോട്ട് ജഡ്ജ് ദം. ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നതിന് പറഞ്ഞു ലെറ്റ്സ് ഗിവ് ദം എ ഗുഡ് ഇയർ. അതിപ്പോൾ എല്ലാ കുട്ടികളും ഡീൽ ചെയ്യുന്ന ഒരുപോലെ ആയിരിക്കത്തില്ല. ചിൽഡ്രൻ വിൽ ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ 2 പെൺകുട്ടികളാണ്, 2 പേരും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. സോ കുട്ടികളെ മനസ്സിലാക്കി അവരെ കുറെ കൂടെ ഇമോഷണലി മനസ്സിലാക്കി അവർക്ക് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം, ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. പ്ലീസ് ലിസൺ ടു ദം ആൻഡ് ട്രൈ ടു ഹെൽപ്പ് ദം. ഞാനത് പറയാൻ കാരണം ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹവ് റെഡ് ഇൻ ദ പേപ്പേഴ്സ് അബൌട്ട് വാട്ട് എവർ ഹാപ്പൻ ഇൻ കൊച്ചി ലൈക്ക് എ ഫ്യൂ ഡേയ്സ് ബാക്ക്. മെഹിർ എന്ന് പറഞ്ഞ കുട്ടിക്ക് സംഭവിച്ചത് നമ്മളെല്ലാവരും വായിച്ചതാണ്. അപ്പോൾ എത്രത്തോളം വിഷമം അനുഭവിച്ചിട്ടായിരിക്കാം ആ കുട്ടി അത് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. ശരിക്കും പ്രോബബ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനോ ആരെങ്കിലും if he had done that, it could have been avoided maybe. So let's work together on that as parents, as teachers. Let's do that and let's help the next generation. And I'd like to thank Gopalan sir once again for having invited me for this program, and I hope all of you have a lovely evening. Please have fun. Thank you.